ഷാനി, ബഹുമാനപ്പെട്ട MLA അങ്ങ് പറയുന്നത് കേൾക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണെന്നുള്ള ആലോചിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ആലുവയിലാണ് 21 വയസ്സുള്ള മോഫിയ പറഞ്ഞു വന്നൊരു കുട്ടി തനിക്ക് നേരിട്ട പീഡനം പറഞ്ഞു വന്ന് ആ ആലുവ സ്റ്റേഷനിൽ CA സുധീറിന് എടുക്കുന്നത്. അയാളുടെ പേര് എഴുതി വെച്ച മരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്ത് നടപടിയെടുത്തു? കിളിക്കല്ലൂർ ഒരു പാവം പയ്യനെ കേട്ടിയിട്ട് മർദ്ദിച്ചില്ലേ, വലിയ ചർച്ച ചെയ്തല്ലേ, എന്ത് നടപടിയെടുത്തു? നവീൻ ബാബുവിന്റെ കേസ് എങ്ങനെ അന്വേഷിക്കുന്നത് എന്ന് നമുക്കറിയില്ലേ? 6 ദിവസം മുമ്പ് ദേശാഭിമാനിയുടെ ലേഖകൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അദ്ദേഹത്തിന്റെ കാറിൽ തട്ടി പോയ ഒരാള് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവസാനം എസ് ഐ വിളിച്ചു പറഞ്ഞു കാറിൽ തട്ടി പോയിട്ട് അവസാനം ദേശാഭിമാനി ലേഖകനെ പിടിച്ചു വരുത്തി. എന്നിട്ട് അവസാനം അയാളെ രക്ഷിച്ചെടുത്ത പോലീസാണ്. ഈ പോലീസ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു ബോധ്യവുമില്ലാതെ അങ്ങ് വന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലൂടെ ഇവിടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ പ്രതികൾ അവരുടെ എത്ര പോലീസുകാർ ഇന്ന് ഫോഴ്സിലുണ്ട്? അതാണ് പറഞ്ഞത്. എടുത്തെടുത്ത് പറയാലോ, വിനായകന്റെ മരണം മുതൽ ഇങ്ങോട്ടേക്ക് എത്രയോ എടുത്തു പറയാം. ഒരു പോലീസുകാരനും ഈ പിണറായിയുടെ ഭരണകാലത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, പോലീസിനകത്തുള്ള ക്രിമിനൽ വൽക്കരണം കൂടിയതാണ് കണ്ടത്. പോലീസിന് അധികാരം നഷ്ടപ്പെടുന്നത് CA ഉൾപ്പെടെ നഷ്ടപ്പെടുന്നത് ഈ പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണ്. ഇവിടുത്തെ പോലീസുകാർ മരണം എന്തുകൊണ്ടാണ് അങ്ങ് പോയി അന്വേഷിച്ചു നോക്കുക. മനസ്സിലായി? ഞാൻ ഇതിനെ മുഴുവനായിട്ട് പോലീസുകാരുടെ മരണവും അവർ നേരിടുന്ന സമ്മർദ്ദവും ഒക്കെ പ്രശ്നമാണ്. പക്ഷേ കൊല്ലപ്പെടും എന്ന് ഭയന്ന് മനുഷ്യർ സമീപിക്കുന്നിടത്ത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കേരളത്തിലെ പോലീസിന്റെയും പോലീസിനെ നിയന്ത്രിക്കുന്നവരുടെയും കണ്ണ് എങ്ങനെ തുറപ്പിക്കണം? ഈ കണ്ണു തുറക്കില്ല എന്നുള്ളതല്ലേ ഒരു MLA ഇന്ന് വന്നിരുന്ന് പറയുന്നതിന്റെ കാര്യം. ഞാൻ ആ വധക്കേസ്, ജിഷ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ടൈം ലൈൻ പറയാൻ പറ്റിയ ചർച്ചയല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, ട്രാക്ക് റെക്കോർഡുള്ള ആളെ സംബന്ധിച്ച് അത്രമാത്രം പരാതി ഉണ്ടായിട്ട് അത് നടപടിയെടുത്തില്ല എന്ന് പറയുന്ന ഗുരുതരമായ വീഴ്ച നിങ്ങൾക്ക് മറ്റേതോ കൊലപാതക കേസിൽ പോലീസ് എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വരുന്നത് തന്നെ നിങ്ങളെ ഇതൊന്നും കണ്ണു തുറപ്പിക്കുന്നില്ല. നിങ്ങൾ ഇത് 10 ദിവസം മുമ്പ് നടന്ന പറവൂരിലെ ഈ സമാനമായ കൊലപാതകം നിങ്ങളെ കണ്ണു തുറപ്പിച്ചിരുന്നുവെങ്കിൽ അന്നും നിങ്ങൾ വന്ന് നേരത്തെയും കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള വാദം വെച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. നിങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഭരണകൂടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാട്ടിലെ. നമ്മുടെ നാട് ഇപ്പൊ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളുടെ പഴയ നേട്ടങ്ങളുടെ ഭാണ്ഡമാണ്. നമ്മൾ ആരോഗ്യ മേഖല നോക്കിയാലും വിദ്യാഭ്യാസ മേഖല നോക്കിയാലും നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ചാലും നമ്മൾ കുറച്ച് ഭാണ്ഡങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഭാണ്ഡം നമുക്കൊരു ഭാരമായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. പോലീസിനെ കുറിച്ച്, കേരള പോലീസിനെ കുറിച്ച് നമുക്ക് അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷേ 10 ദിവസത്തെ ഇടയ്ക്കുള്ളിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള 2 പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയാൻ കഴിയുക? ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാം. ഒരു വാർഡ് മെമ്പർ പറയുകയാണെങ്കിൽ, കോട്ടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വാദങ്ങൾ പറയുന്നത് മനസ്സിലാകും. ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാള് ഒരുള്ള പ്രദേശത്ത് അതിനുള്ള ടെൻഡൻസി ഉള്ള ഒരാള് എത്രമാത്രം പൊട്ടൻഷ്യൽ അവിടെ ഒരു ഇഷ്യൂ ഉള്ള നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണേണ്ട പ്രൊഫഷണൽ ഫോഴ്സാണ് പോലീസ്. നിങ്ങൾ പറയുന്ന പോലെ പോലീസ് വിചാരിക്കാൻ പറ്റില്ല. പോലീസ് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അവര് അതിന്റെ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു അപകടം ഇല്ലാതെ ഇരിക്കാൻ നടപടി എടുക്കേണ്ട പ്രൊഫഷണൽ ഫോഴ്സാണ് പോലീസ്. അങ്ങേക്ക് എങ്ങനെയാണ് വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പറയേണ്ട വാദം പോലീസിനെ കുറിച്ച് പറയാൻ കഴിയുക? അതും 10 ദിവസം മുമ്പിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി. നാട്ടുകാർ ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ട് ഒരു ക്രിമിനലിനെ വരുതിയിലാക്കാനോ അല്ലെങ്കിൽ ക്രിമിനലിനെ നിരീക്ഷിക്കാനോ കഴിയാതിരുന്ന ഒരു പോലീസ് സംവിധാനം 3 പേരുടെ ജീവനമെടുത്ത കേരളത്തെ ഞെട്ടിച്ച സംഭവം ഉണ്ടായി. അത് കണ്ടപ്പോഴെങ്കിലും ഈ നെന്മാറയിലെ പോലീസ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പെടുമല്ലോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? അതിന് പ്രൊഫഷണൽ ആയിട്ടൊരു അപ്രോച്ച് വേണ്ടേ? ഇതൊന്നുമില്ലാതെ പോലീസ് വിചാരിച്ചില്ല ഇയാൾ ഇങ്ങനെ ചെയ്ത് കളയും, ഇയാളെ വിളിച്ചു ചേർത്തു, അപ്പൊ അവിടെ നിന്ന് ഇയാള് ബഹളം വെച്ചു, ഇയാള് സൈക്കോയാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് ഉണ്ടായിരുന്ന അഭിമാനം ചോർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. അത് ഒരിടത്ത് മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്ത് വരുമ്പോൾ ഇത് പോലീസിന്റെ ക്രിമിനലൈസേഷനും
പോലീസിനെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും പോലീസിനെ തളർത്തുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. ആത്യന്തികമായിട്ട് വരുമ്പോഴത്തേക്ക് പോലീസിനെ ഏകദേശം ഷണ്ഡീകരിച്ച സാഹചര്യത്തിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത പോലെ രീതിയിൽ ആ പ്രൊഫഷൻസ് നമ്മുടെ പഴയ കുട്ടമ്പിള്ള പോലീസ് സംവിധാനം ഒക്കെ പോലെയായിട്ട് കേരളത്തിലെ പോലീസ് മാറുന്നു. കുട്ടമ്പിള്ളകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലീസ് ഇതിനേക്കാൾ മെച്ചമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫോഴ്സിനെ അഭിനന്ദിച്ച് ഈ പ്രശ്നത്തെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ ഫോഴ്സിനെ കുറ്റപ്പെടുത്തി മാത്രമേ പറ്റുള്ളൂ. പോലീസിന്റെ കാർമ്മികത്വത്തിൽ നടന്ന കൊലപാതകമാണ്. നേരത്തെ ഇവിടെ ഹരിദാസ് പറഞ്ഞ പോലെ സ്റ്റേറ്റ് സ്പോൺസർഡ് കില്ലിംഗ് ആണ്. അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ ഇൻഫർമേഷൻ ഇല്ല. കാരണം ഞാൻ ചോദിക്കട്ടെ ഷാനി, എനിക്കും ഷാനിക്കും മനസ്സിലാവുമല്ലോ ഇത്തരത്തിലുള്ള വിഷയം നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരാൾ ഉള്ള ഒരു പരാതി വന്നാൽ എത്രമാത്രം ഗൗരവം അതിനകത്തുണ്ട് എന്ന് മനസ്സിലാവില്ലേ? അവിടുത്തെ കുട്ടികൾക്ക് ആ അഖില എന്ന് പറയുന്ന കുട്ടി പറയുന്നത് കേട്ടാൽ, പോലീസിന്റെ മുമ്പിൽ നിന്ന് കേട്ടാൽ അവർക്ക് ഇതിലെ പോലീസിനെ അതിൽ നടപടി എടുക്കാതെ ഇരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇയാളെ നിയന്ത്രിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടുതലായിട്ട് എടുക്കേണ്ടതില്ല. ഇനി കോടതി ജാമ്യം റദ്ദാക്കുന്നില്ലെങ്കിൽ, പരോൾ റദ്ദാക്കുന്നില്ലെങ്കിൽ ഇയാൾ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പോലും ചിന്തിക്കാനുള്ള പ്രൊഫഷണലിസം കേരള പോലീസിന് എന്ന് നഷ്ടം വന്നു. അതാണ് പ്രശ്നം. ആ പ്രശ്നം പോലീസിനെ CPM പാർട്ടി നേതൃത്വം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്ന് പോലീസിന്റെ നിയന്ത്രണം മുഴുവൻ CPM കയ്യിലേക്ക് മാറിയപ്പോൾ എന്ത് വീഴ്ച വന്നാലും തങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വരുമ്പോൾ പോലീസ് നിഷ്ക്രിയമാവും. ഈ പണിയൊന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നാളെ എന്തെങ്കിലും പരാതികൾ വന്നാൽ ഞാൻ CPM അനുകൂല സംഘടനയുടെ ഭാഗമായാൽ മാത്രം മതിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടി വരില്ലേ? അതല്ലാതെ ഇത്തരത്തിൽ ട്രെയിനിങ് ലഭിച്ച ഒരു ഫോഴ്സ് എങ്ങനെ നിഷ്ക്രിയമാവും? അതുകൊണ്ട് MLA അങ്ങ് പറയുന്ന വാദങ്ങൾ പോലീസിനെ കൂടുതലായിട്ട് ഇൻഡക്ട് ചെയ്യുന്നതാണ്. പോലീസിനെ കൂടുതലായിട്ട് ഇതിനകത്ത് കുറ്റക്കാരാക്കുന്ന വാദങ്ങളാണ് അങ്ങ് പറയുന്നതെല്ലാം. ആ പോലീസിന്റെ വീഴ്ച ഒരു കാരണവശാൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ഉന്നതോദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിനകത്ത് ഭാഗമാണ്. ഇത് കേവലം SHO മാത്രം എടുക്കുന്നതല്ലോ, അതിന് മേലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അതിന് മേലുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ, ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഉള്ളപ്പോൾ അത് ഒന്നും നിരീക്ഷിക്കാതെ ഇവിടെ പോലീസിന് എന്താ പണി? കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഏതെങ്കിലും ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് മാത്രമായിട്ട് ഇന്റലിജൻസിന്റെ പരിപാടി മാറിയിരിക്കുകയാണ്. അതല്ലാതെ നാട്ടിൽ നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളും ഇടപെടാൻ കഴിയാത്ത രീതിയിലേക്ക് ആ സംവിധാനം മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അതിനെ നമുക്ക് കുറച്ചു കാണിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിനകത്ത് പോലീസിനെ പറവൂർ ഉൾപ്പെടെ, പറവൂർ എന്തുകൊണ്ട് അത് സംഭവിച്ചു? പറവൂര് ഞാൻ പറയല്ലേ, ഈ ആള് അവിടെ പ്രശ്നമുണ്ടാക്കുന്ന പോലീസ് എന്ന് പരാതിപ്പെട്ടിട്ട് ആ പരാതി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ പോലീസിന്റെ ഉത്തരവാദിത്വം? അപ്പം എല്ലാ തലത്തിലും ഈ പോലീസ്, ഇന്നത്തെ പോലീസ് എവിടെയൊക്കെയോ നിയന്ത്രിക്കപ്പെടുന്ന, എവിടെയൊക്കെയോ കൈകാലുകൾ കെട്ടിപ്പെടുന്ന, എവിടെയൊക്കെയോ സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം. ഷാനി, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോലീസ് സേനയിൽ ഉണ്ടാകുന്ന ആത്മഹത്യകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആത്മഹത്യകൾ പെരുകുന്നത് ഇന്ന് പോലീസിലേക്ക് മാറിയിരിക്കുന്നു. CIമാർ, SIമാർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്ത സാഹചര്യം വരുന്നു. ഈ സമ്മർദ്ദമൊക്കെ എങ്ങനെയാണ് പോലീസ് ഉണ്ടാവുന്നത്? അങ്ങനെ സമ്മർദ്ദം വരുമ്പോഴും പോലീസിൽ കാരണം സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഇവരെല്ലാം പറയുന്നത് രാഷ്ട്രീയമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനും അവർക്ക് പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഈ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു. ആ ഭരണകൂടത്തിൽ ഈ പ്രത്യേകമായ കേസിലേക്ക് വരുമ്പോൾ കോടതി ഉൾപ്പെടെ അതിനകത്ത് കുറ്റക്കാരാണ്, പോലീസ് അവിടെ കുറ്റക്കാരാണ്. സാധാരണക്കാർക്ക് പോലീസിൽ ചെന്ന് പരാതിപ്പെടാനേ കഴിയുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല.